പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് 2025 ഒക്ടോബർ മാസം 21 ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഇറ്റലിയിലെ തന്നെ സെന്റ് ആന്റണീസ് ബസിലിക്കയും അതുപോലെ തന്നെ പിസ ഗോപുരവുമാണ്. അപ്പം അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ പുറപ്പെടുന്നു. ഇറ്റലിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഏറെക്കുറെ യൂറോപ്യൻ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി ഒരുപോലെ തന്നെയാണ്. അതായത് ഇരുവശങ്ങളിലെയും കാഴ്ചകളും കൃഷികളും ഏറെക്കുറെയൊക്കെ സമാനത പുലർത്തുന്നതാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും തണുപ്പും ഏറെക്കുറെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയാർന്ന വിശാലമായ കൃഷിയിടങ്ങൾ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, മെക്കാനിക്കലായിട്ടാണ് അവിടെയുള്ള ജോലികളെല്ലാം അവർ ചെയ്തു തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ നമുക്ക് ആരെയും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത. ഇറ്റലിയിലെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് ബസിലിക്ക കാണുന്നതിന് വേണ്ടി പോകുന്നതിന് ബസ്സിൽ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഇറങ്ങി മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ആദ്യം കാണുന്ന സെൻറ്റ് മരിയ ചർച്ചാണിത്. ഗൈഡ് പ്രത്യേകമായിട്ട് പറഞ്ഞു, നമുക്ക് ആദ്യം പലരും വിചാരിക്കും ഇതാണ് സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്ക എന്ന്. പക്ഷേ ഇതല്ല. ഇവിടെ നിന്നും കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ മാത്രമാണ് സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്കയിലെത്തുന്നത്. അതിനു മുമ്പ് കാണുന്ന ഭംഗിയാർന്ന കാഴ്ചകളാണ് ഇത്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇറ്റലിയിലെ സെൻറ്റ് ആൻ്റണീസ് ബസിലിക്കയുടെ മുമ്പിലാണ്. അല്ലേ? അതായത് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ചർച്ചാണ്. അപ്പോൾ അദ്ദേഹം 1231 ദിവംഗതനായി 1232 ഈ പള്ളിയുടെ പണി ആരംഭിച്ചെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതിനുള്ളിലേക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്തോ? അടച്ചല്ലോ. അവിടെ കാണുന്നു തിരുവാളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പള്ളിക്കകത്ത്. അപ്പോൾ ഏതായാലും ഈ വിശുദ്ധമായ സ്ഥലത്ത് നമുക്കൊന്ന് വന്നെത്തുവാൻ കഴിഞ്ഞത് വളരെ യാദൃച്ഛികമായി കിട്ടിയ ഒരു സന്ദർഭമാണ്. മഴയാണെന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, എന്നാലും വലുതായിട്ടില്ല. തണുപ്പൊരുമാതിരി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളിക്ക് ബസിലിക്കയുടെ മുൻവശത്ത് കാണുന്ന പകർത്തുവാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ. സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ ഉൾവശം. സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്കയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. സെന്റ് ആന്റണീസിന്റെ ജാ വിത്ത് ടീത്ത്.
ഈ കാണുന്നതാണ് പിസായിലെ ചരിഞ്ഞ ഗോപുരം. ഇതാ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചരിവ് ഇപ്പോൾ 3.97 ഡിഗ്രിയാണ് ഇതിൻ്റെ ചരിവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് പിസായിലെ ചരിഞ്ഞ ഗോപുരം. ആ ചരിവ് നമുക്ക് ഏറെക്കുറെ ദൃശ്യമാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിസായിലെ ചരിഞ്ഞ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് നമ്മൾ മാർക്കൊക്കെ മേടിച്ചിരിക്കുന്ന ആ സാധനമാണ് ആ കാണുന്നത്. ചെറിയ ഒരു ചരിവുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആളുകൾക്ക് കയറാം. അതിൻ്റെ മുകളിൽ ഒരു കൊടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇങ്ങേപ്പുറത്താണ് പ്രധാനമായിട്ടുള്ള ചർച്ച്. അപ്പോൾ ഈ ചർച്ച് പണിത കാലത്ത് അതിനോടനുബന്ധിച്ച് ഒരു ബെൽ ടവർ ഉണ്ടായിരുന്നു. ആ ബെൽ ടവറിന് വേണ്ടിയിട്ടാണ് അത് പണിതത്. അപ്പോഴാണത് ചരിഞ്ഞു പോയതെന്നാണ് പറയുന്നത്. അതാണ് പിസാ ഗോപുരത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ ഹോട്ടലിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഇറ്റാലിയൻ ഫുഡ്, പിസ ആൻഡ് സ്പഗത്തി. ലഞ്ചിൻ്റെ ഇറ്റാലിയൻ ഫുഡാണ്. സ്പഗത്തിയും പിസായും. പിസ ആൻഡ് സ്പഗത്തി. ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിസ്സ കഴിക്കണമല്ലോ. പിന്നെ ഇറ്റാലിയിൽ വരുമ്പോൾ ഇറ്റാലിയൻ ഫുഡാണ് കഴിക്കേണ്ടത്. 21/10/2025 പിസയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടലിൻ്റെ ഒരു കാഴ്ചയാണിത്. ഇത് ഗ്ലാസ്സാണ്. പക്ഷേ ഇങ്ങോട്ട് കയറുമ്പോൾ ആദ്യം വലത്തെ സൈഡിലെ ബാത്റൂം നല്ല ഭംഗിയുള്ള ബാത്റൂമാണ്, വൃത്തിയുള്ളതുമാണ്. ഇതാണ് ബാത്റൂമിൻ്റെ ഒരു കാഴ്ച. റൂമിനെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത്ര വലിയ റൂമല്ല, എങ്കിലും നല്ല സൗകര്യമുള്ള റൂമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഡിസൈൻ കണ്ടോ, ഒരു റൗണ്ട് ഇതിൽ ടി വിയാണ്. ആ റൗണ്ടിൻ്റെ നടുക്കാണ് ടി വി. പിന്നെ അപ്പുറത്ത് കാണുന്നത് ഗ്ലാസ്സാണ്. റൂമിൻ്റെ വലിപ്പം അങ്ങോട്ടില്ല, അത് ഗ്ലാസ്സാണ്. എന്നാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ആ, നല്ലൊരു റൂമാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് എ പോയിൻ്റ് റിസോർട്ട് ആൻഡ് ഹോട്ടൽസ്.